ായ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് നന്മകൾ ചൊരിച്ചു തന്ന നീ, നിനക്ക് ഞങ്ങൾ ആവശ്യമില്ല. ഞങ്ങളെ നിസ്കാരം ആവശ്യമില്ല, ഞങ്ങളെ പ്രസംഗം ആവശ്യമില്ല, ഞങ്ങളെ പ്രവർത്തനം ആവശ്യമില്ല. ഞങ്ങളുടെ ഒന്നിലേക്കും ഞങ്ങളിലേക്കും ഒരു സൃഷ്ടികളിലേക്കും ഒരാവശ്യവുമില്ലാത്ത സമതാണ് നീ. എന്നിട്ടും നീ ഞങ്ങൾക്ക് നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ ചൊരിച്ചു തന്ന രാജാവല്ലേ നീ. ഞങ്ങൾക്ക് ഗുണം ചെയ്തു തന്ന ബാപ്പയെ കാണാൻ, ഉമ്മയെ കാണാൻ, ഗുരുവര്യരെ കാണാൻ, ഞങ്ങളെ സ്നേഹിച്ചവരെ കാണാൻ ഞങ്ങളെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർവ്വ നന്മകൾക്കും നിമിത്തമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഞങ്ങളെ ഖൽബിൽ ആഗ്രഹമുണ്ട്. അത് നീ തന്നെ ഞങ്ങൾക്ക് നിറവേറ്റിത്തരണം റഹ്മാനേ. എന്നാൽ ആ ഹബീബായ നബി തങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചെയ്ത, സർവ മഹാന്മാർക്കും സർവ അനുഗ്രഹവും ചെയ്ത, അതിന്റെ എല്ലാം പുറമേ ആ ഹബീബായ നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ നീ, ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന നീ, നിന്നെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ രാജാവല്ലേ നീ. ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ സ്നേഹിച്ചവർക്കും നിന്നെ കാണാൻ അവസരം തരണേ അല്ലാഹ്. അതിനവസരം തരണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു, അവനെ കാണാൻ കഴിഞ്ഞ ഒരേ ഒരു സൃഷ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഒരാൾ വിദേശത്തേക്ക് പോയാൽ ആ വിദേശത്ത് പോയ മകനെ കാണാൻ കഴിയാത്ത ഉമ്മക്ക് ആ മകനെ കണ്ട് തിരിച്ചു വരുന്ന അയൽവാസിയായ ഒരാളെ കണ്ടാൽ, അഥവാ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടാൽ, അനുജത്തിയുടെ മകനെ കണ്ടാൽ, അതേ ആങ്ങളയുടെ മകനെ കണ്ടാൽ, കൂടെ ജോലിയെടുക്കുന്ന മകനെ കണ്ട വിവരം ആ മകനെ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന അനുജത്തിയുടെ മകനോട്, ആങ്ങളയുടെ മകനോട് വളരെ സമീപത്ത് ചെന്ന് അതാ ഉമ്മ ചോദിക്കൂലേ, മകനെ കണ്ട വ്യക്തിയെ കാണുമ്പോ ആ ഉമ്മക്ക് എന്തൊരു താല്പര്യമാണ്, ഒരല്പസമയം അടുത്തു നിർത്തി സംസാരിക്കാൻ എന്തൊരാവേശമാണ്. അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു നേതാവ്, ആ നേതാവ് പോകുമ്പോൾ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പോയതാണ്. ആ പോയ പോക്കിൽ വലിയ വിജയം നേടി, അതാ വിജയത്തോടുകൂടെ തിരിച്ചു വരികയാണ് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ, അള്ളാഹുവിനെ കാണാൻ ഞാൻ മുമ്പ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിനെനിക്ക് കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്റെ റബ്ബ് എന്നെ നിരാശനാക്കാതെ എനിക്കതിന് സാധ്യമല്ല എന്നത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. പർവ്വതം കുലുങ്ങിയത്, ഞാൻ ബോധം കെട്ട് വീണുപോയത്. റബ്ബിനെ കാണാൻ എനിക്കിവിടെ സാധ്യമല്ല എന്നതെന്നെ ബോധ്യപ്പെടുത്തിയ രാജാവാണ്. ആ രാജാവിനെ കണ്ടുകൊണ്ടതാ തുല്യതയില്ലാത്ത ഒരു നേതാവ് വരുന്നു, തുല്യതയില്ലാത്ത പരിപൂർണ മനുഷ്യൻ വരുന്നു. അതേ, തുല്യതയില്ലാത്ത മഹാൻ വരുന്നു. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആ നേതാവിനൊരല്പസമയം ഇവിടെ പിടിച്ചു നിർത്തണം.
ആ നേതാവിനോട് അല്പസമയം എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടണം. ആ നേതാവുമായി എനിക്ക് കൂടുതൽ സംഭാഷണം നടത്താൻ അവസരം ലഭിക്കണം. മഹാനായ കലീമുല്ലാഹി മൂസ പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ നിർത്താൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, എന്താണ് സമ്മാനം കിട്ടിയത് ഉമ്മത്തിന്? സുബ്ഹാനല്ലാഹ്, 50 നേരത്തെ നിസ്കാരം കിട്ടിയെന്ന മറുപടിയാണ്. ആ മറുപടി ലഭിച്ചപ്പോൾ ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കുകയാണ് കലീമുല്ലാഹി മൂസ. ചുരുക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. അതിന് റബ്ബ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആശയങ്ങൾ, നല്ല നിർദ്ദേശങ്ങൾ ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി ആണെങ്കിലും, ഒരു യൂണിറ്റിലെ മെമ്പറാണെങ്കിലും, ഒരു അനുഭാവിയാണെങ്കിലും ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഏത് നേതാവിനും അത് ആ ചർച്ച ചെയ്യാമല്ലോ, ഏത് നേതാവിനും അത് സ്വീകരിക്കാൻ വകുപ്പുണ്ടല്ലോ എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവവിജ്ഞാനങ്ങളും കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് ലഭിച്ചതിനും നിമിത്തം വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി യഗ്റസം മിനദ്ദിയമി. ഹബീബായ നബി തങ്ങൾക്ക് കിട്ടിയ വിവരം തന്നെയാണെങ്കിലും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു ചെറിയ നിർദ്ദേശം നൽകുമ്പോൾ, അപേക്ഷ നൽകുമ്പോൾ അതാ ആദരവോടെ സ്നേഹിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നലെ മർക്കസിൽ വെച്ച് അതുപോലെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മർക്കസിൽ വെച്ച് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം പറഞ്ഞപ്പോ അത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ തങ്ങളെ അടിച്ച ഒരു സംഭവം ഹദീസിലുണ്ട്. ആ അടിച്ച സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ ചെയ്തപ്പോ അത് പറയാതിരിക്കുന്നതാണ് ഉമ്മത്തിന് ഗുണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് സപ്പോർട്ട് നൽകി. എന്നാൽ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞതാണെങ്കിലും പറയണ്ട എന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഉപരിമണ്ഡലത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണ്. ആരും എത്താത്ത സ്ഥലങ്ങളിലല്ലേ അവിടുന്ന് ചെന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപരിമണ്ഡലത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്ത് അല്ലാഹു 5 നേരത്തെ നിസ്കാരം ചുരുക്കി 45 കൊടുത്ത് വരുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തൊരു സന്തോഷമാണ്. അള്ളാഹുവിനെ കണ്ട നേതാവുമായി ഇനിയും സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ. പിന്നെയും അള്ളാഹുവിനെ കണ്ട നബിതങ്ങളെ കണ്ട് സംസാരിക്കാൻ പിന്നെയും ചാൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 9 പ്രാവശ്യം സംസാരിച്ചു. 5 നേരം ചുരുക്കി കിട്ടി. അറിയാവുന്ന സംഭവമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. 9 നേരവും ചുരുക്കിയിട്ട് പിന്നെ ഒരു 5 നേരത്തെ നിസ്കാരവുമായി തിരിച്ചു വരുമ്പോ മൂസാ നബിക്ക് പിന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ തന്നെയാണ് ആഗ്രഹം, പിന്നെയും സംസാരിക്കാനാണ് ആഗ്രഹം. നബിയെ 5 നേരവും തങ്ങളെ ഉമ്മത്തിന് കഴിയൂല, അത് ചുരുക്കിത്തരാൻ പറയണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുമ്പോ ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, അത് മൂസാ നബി അലൈഹിസ്സലാം സദസ്സിലില്ലല്ലോ. അല്ല പറഞ്ഞതല്ലേ, 1-ന് 10 പ്രതിഫലമാണ്, 5-ന് 50ന്റെ പ്രതിഫലമാണ്, മാറ്റമില്ല. ഇനി അത് മാറാൻ പോകുന്നില്ല. മാറിയാൽ എന്റെ ഉമ്മത്തിന് നഷ്ടമാണ്. 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം 5 നേരത്തെ നിസ്കാരം കൊണ്ട് ലഭ്യമാകുന്നത് ഇനി ചുരുക്കാൻ പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന് നഷ്ടമാണ്. നഷ്ടമുള്ളൊരു പരിപാടിക്ക് ഞാനില്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമുമായി സന്തോഷത്തിൽ പിരിഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? ആ കലീമുല്ലാഹി മൂസ
ലോകത്ത് ജീവിക്കുമ്പോൾ പല വിഷയങ്ങളിലും ഇടപെട്ടു എന്ന് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും പല വിഷയങ്ങളിലും ഇടപെട്ട നേതാവാണ്. ഒരു പുത്തൻവാദിക്കും നിഷേധിക്കാൻ കഴിയൂലല്ലോ. പരിശുദ്ധ ഖുർആനല്ലേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനീ ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിന് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അനുഗ്രഹം നൽകിയിട്ടുണ്ട്. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മഹാനായ നേതാവ് കലീമുല്ലാഹി മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ ആരും സംശയിക്കേണ്ടതില്ല. മിഅ്റാജിന് പോകുമ്പോൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശേഷം പിന്നെയും പലതവണ കണ്ടിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. അതിൽ ഒരു സംശയത്തിനും അവകാശം ഇല്ല. ആ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം കണ്ടില്ലേ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. തുടക്കം തന്നെ പരീക്ഷണം. പ്രസവിക്കപ്പെടുന്ന സമയത്ത് ധിക്കാരിയായ ഭരണാധികാരി, അഹങ്കാരി, സുബ്ഹാനല്ലാഹ്, അവനെ പോലത്തെ ഒരു വിഡ്ഢി ലോകത്താരാ? ഫറോവ ചക്രവർത്തി. അവന്റെ വിഡ്ഢിത്വം ഞാൻ റബ്ബാണ് എന്ന് വാദിക്കുകയാണ്. റബ്ബാണ് എന്ന് അവൻ പറയുമ്പോണ്ടല്ലോ, അവൻ പറയുമ്പോ ആ സമയത്തുണ്ട് അവന്റെ വയറ്റില് ഒരുപാട് മലം. ഈ ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോഴും അവന്റെ മുന്നിൽ ഒരു നജസിന്റെ ടാങ്കിയ. ആ നജസിന്റെ ടാങ്കി മാറ്റിവെക്കാൻ കഴിയാത്ത ഈ മനുഷ്യനാ ഞാനാണ് റബ്ബ്, എന്നെ റബ്ബുക്കുമല്ല അല എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്ര വലിയ വിഡ്ഢി ദുനിയാവിൽ വേറെ ആരാ? ലോകത്തുള്ള മുഴുവൻ അഹങ്കാരികളും വിഡ്ഢികളല്ലേ? അഹങ്കാരമുള്ളവർ മുഴുവനും വിഡ്ഢികളല്ലേ? കാരണം എല്ലാവരുടെ മുന്നിലും ഉണ്ട് ഒരു വലിയ നജസിന്റെ ടാങ്കി. തരക്കേടില്ല, അതൊരു മടമ്പങ്കാലിന്റെ അടുത്തോ മറ്റോ കാണാത്തൊരു സ്ഥലത്ത് ബേക്കിലെങ്ങാനും കൊണ്ട് വെക്കണമല്ലോ. നമ്മളൊക്കെ കക്കൂസിന്റെ ടാങ്കിയൊക്കെ കുഴിക്കുമ്പോ ഏതെങ്കിലും ഒരു മൂലയിലല്ലേ കൊണ്ടുപോയി കുഴിക്കുക. ഇത് നേരെ ഫോട്ടോ എടുത്താൽ കാണുന്ന സ്ഥലത്ത് തന്നെ ഈ ടാങ്കി. അത് നീക്കം ചെയ്യാൻ കഴിയുമോ ഈ മനുഷ്യര്? ഒരു ഉള്ളി കൊണ്ടുവന്ന്, ചെറിയൊരു ഉള്ളി കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ വെച്ചതിന്റെ തൊലിയുരിഞ്ഞാൽ അപ്പൊ കണ്ണിന്ന് വെള്ളം ചാടുന്നവനല്ലേ മനുഷ്യൻ? അതിനാണോ ഞാൻ വലിയവനാണ്? ഉള്ളിന്റെ മുമ്പിൽ കരയുന്നവൻ, ഉള്ളിയുടെ മുമ്പിൽ കരയുന്നവനാണോ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. ഒരൽപ്പം പൊടി പാറിയാൽ, ഒരൽപ്പം മഞ്ഞുകൊണ്ടാൽ അതേ പിന്നീട് തുമ്മിക്കൊണ്ടിരിക്കുന്നവനല്ലേ മനുഷ്യൻ? കുരക്കുന്നവനല്ലേ മനുഷ്യൻ? കരയുന്നവനല്ലേ മനുഷ്യൻ? കപം തുപ്പുന്നവനല്ലേ മനുഷ്യൻ? കണ്ണുനീരൊലിപ്പിക്കുന്നവനല്ലേ മനുഷ്യൻ? ശുദ്ധമായ വെള്ളം ശരീരത്തിലേക്ക് കൊടുത്താൽ പിന്നീട് നജസ് മൂത്രമൊഴിക്കുന്നവനല്ലേ മനുഷ്യൻ? ഓ മനുഷ്യ, ഞാൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഞാൻ ദൈവത്തിന്റെ വിശേഷണമുള്ളവനാണെന്നോ വാദിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലിയ വിവരം കെട്ടവനാരാണ്? അന റബ്ബുക്കുമുൽ അഅ്ലാ. ഞാനാണ് ദൈവമെന്ന് വാദിച്ച ആൾ ദൈവമായ ഫിർഔൻ. പക്ഷേ ലോകസട്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അതേ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗർഭം നൽകിയപ്പോൾ വേദനയോടെ പ്രയാസത്തോടെ ഗർഭം ചുമന്ന് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമീൻ. ഓ ചെറുപ്പക്കാരെ, മാതാപിതാക്കളോടുള്ള കടപ്പാട് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മാതാക്കൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഗർഭം ചുമന്നത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മക്കളെ വയറ്റിലിട്ട് പോറ്റി വളർത്തിയത്, ആ മക്കളെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പ്രസവിച്ചത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മുലയൂട്ടിയത്, വൃത്തിയാക്കിയത്. ഓ ചെറുപ്പക്കാരെ, ആരോഗ്യം കിട്ടുമ്പോൾ, യുവത്വം വരുമ്പോൾ
വിവാഹം കഴിക്കുമ്പോൾ പോറ്റി വളർത്തിയ ഉമ്മമാരെ മറക്കല്ലേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാനമായ സംസാരമല്ലാതെ, വിനയാന്വിതമായ ശൈലിയല്ലാതെ, താഴ്മ പ്രകടിപ്പിക്കുന്ന രൂപമല്ലാതെ ഉമ്മ ബാപ്പമാർക്ക് പ്രായമെത്തുമ്പോൾ നമ്മുടെ നാവിലൂടെയോ ശൈലിയിലൂടെയോ ബോഡി ലാംഗ്വേജിലൂടെയോ അതേ ഇശാറത്തിലൂടെയോ ഉമ്മ ബാപ്പയുടെ മനസ്സിനൊരൽപ്പം ക്ലേശമുണ്ടാകുന്ന ഒരു സൂചന പോലും വന്നു പോകല്ലേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മക്ക് റബ്ബിന്റെ നിർദ്ദേശം എന്താണ്? ഉമ്മയ്ക്ക് നിർദ്ദേശം പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കണം കുട്ടിയെ എന്നാണ്. കാരണം ചെറിയ പിഞ്ചുമക്കളെ, ആൺമക്കളെ കണ്ടാൽ ഫറോവ ചക്രവർത്തി കൊന്നുകളയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാൻ റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷേ അവന്റെ തീരുമാനം നടപ്പാക്കുന്നതെങ്ങനെ? അത് നമ്മൾ ഊഹിക്കുന്നത് പോലെ ആകണമെന്നില്ല. അവിടെയാണ് മുസ്ലിമേ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിക്കോ ഈ ദിക്ർ. പ്രത്യേകം സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്ന ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ഇമാം നവവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇർശാദിൽ പറഞ്ഞത്, അതുപോലെ മിസ്കാത്തിൽ ഖതീബ് തിബ്രീസി തങ്ങൾ രേഖപ്പെടുത്തിയത്, അങ്ങനെ ഇമാമീങ്ങളൊക്കെ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ രാവിലെയും വൈകുന്നേരവും ചൊല്ലല് പ്രത്യേകം സുന്നത്തുള്ള ദിക്റുകള്. ആ ദിക്റുകൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ്. വിറുദുൽ ലത്തീഫ്. കഴിയുമെങ്കിൽ എല്ലാവരും രാവിലെയും വൈകുന്നേരവും അത് പതിവാക്കിക്കോളൂ. രാവിലെ ചൊല്ലിയ വൈകുന്നേരത്തിലടക്ക് മരിച്ചാൽ ഈമാൻ കിട്ടുന്ന ദിക്റതിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമ്പത്തിനും സംരക്ഷണം കിട്ടുന്ന ദിക്റതിലുണ്ട്. ശരീരത്തിന് സംരക്ഷണം കിട്ടുന്ന ദിക്റതിലുണ്ട്. പാമ്പ് തേളടക്കമുള്ള ജീവികളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ദിക്റതിലുണ്ട്. എന്തിനധികം പറയണം, എല്ലാ നന്മയും ലഭിക്കാനുള്ള ദിക്റുകൾ ബിറുദുൽ ലത്തീഫിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ചൊല്ലി തീർക്കാൻ ഒരു 10 മിനിറ്റ് പോരെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പോരെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 ചൊല്ലാൻ കഴിയില്ലെങ്കിൽ ഒരു 10എങ്കിലും ചൊല്ലിയിട്ടെങ്കിലും അതൊന്ന് ചൊല്ലാൻ നോക്കിക്കോളൂ മുഅ്മിനീങ്ങളെ. അത് ചെറിയ കാര്യമല്ല, അതിൽപ്പെട്ടൊരു ദിക്റാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. അല്ലാഹുവിനെ റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു. ഞാൻ അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പൊരുത്തപ്പെടണം. ഭർത്താവിനെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് ഭാര്യ പറഞ്ഞാൽ പോരാ. പിന്നെ ഭർത്താവ് അല്പൊക്കെ വേദനിപ്പിച്ചാൽ, വേദനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ, വേദനിപ്പിച്ചാൽ അത് ക്ഷമിക്കാൻ പൊറുക്കാനും ഭാര്യക്ക് കഴിയണം. അപ്പോഴാ പൊരുത്തപ്പെടല്. ഭാര്യയെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ. ഭാര്യ ചിലപ്പോ ഭാര്യയല്ലേ, ഭാര്യ പെണ്ണായിരിക്കുമല്ലോ. പെണ്ണായിരിക്കുമ്പോ ചിലപ്പോ നാവ് ചിലപ്പോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമല്ലോ. അപ്പോ സംസാരത്തിൽ നമുക്ക് പറ്റാത്തത് വല്ലതും പറഞ്ഞു പോയാൽ ഞാൻ ഭാര്യയെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, പറഞ്ഞ് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയണം. അപ്പോഴേക്ക് ഭാര്യയുടെ മുന്നിലേക്ക് വാളുവെടുത്ത് വടിവെടുത്ത്, അല്ലെങ്കിൽ അതിനെ കാണാൻ വലിയ വടിയാണ്, തലാഖിന്റെ മൊഴിവെടുത്ത് ഇറങ്ങാൻ പാടില്ല. പൊരുത്തപ്പെട്ട പോലെ ഇരിക്കണം. ഉസ്താദിനെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഒരു വിഷയത്തിൽ അല്പം ഗൗരവമായി സംസാരിച്ചാൽ ഉസ്താദിനോട് സ്നേഹം വർദ്ധിക്കണം. കാരണം അതെന്റെ നന്മക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ കഴിയണം. ബാപ്പയെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാപ്പ ശാസിച്ചാൽ പൂർണ്ണമായി അംഗീകരിക്കണം. അപ്പോഴാ ബാപ്പയെ പൊരുത്തപ്പെടില്ല. അല്ലാതെ എന്ത് പൊരുത്തപ്പെട്ടു?
വെറുതെ പൊരുത്തപ്പെട്ടു എന്നല്ല കാര്യമുണ്ടോ? പൊരുത്തപ്പെട്ട വലിയിരിക്കണം. അറിയാതെ ഭാര്യന്റെ നെഞ്ചത്ത് കുത്തിപ്പോയി ഭാര്യയോട്, ഭർത്താവിനോട്. അല്ലെങ്കിൽ ഭർത്താവിന്റെ വാച്ചിന് ഭാര്യയുടെ മുടി കുടുങ്ങിപ്പോയി, ഭാര്യ വല്ലാതെ വേദനിച്ചു പോയി. അവിടൊക്കെ പൊരുത്തപ്പെടാൻ കഴിയണം. പൊരുത്തപ്പെടൽ അങ്ങനെ, പൊരുത്തുണ്ടെങ്കിൽ വേദനകളൊക്കെ സഹിക്കും, പൊരുത്തല്ലേ സഹിക്കൂല. നിങ്ങൾ നോക്ക്, നന്നായി സ്നേഹിക്കുന്ന ഒരു ഉസ്താദ് ഷൂ ഇട്ടിട്ട് ശിഷ്യന്റെ കാലുമ ചവിട്ടിപ്പോയി, നല്ല വേദനയായിരുന്നു. പക്ഷെ ഉസ്താദ് വിവരം അറിയില്ല, ചവിട്ടി വീരുന്നതിനറിയില്ല. അപ്പോ കാലിങ്ങനെ മെല്ലെ ഒന്ന് തട്ടുന്ന കണ്ടപ്പോ മോനെ ചവിട്ടിപ്പോയോന്ന് ചോദിച്ചു. ഇല്ല നേരെ നന്നായിട്ട് ചവിട്ടീന്, നാലെണ്ണം വേദനയായിരുന്നു. ഉസ്താദ് മെല്ലെ കാറിൽ കയറി പോയപ്പോ പിന്നെ മെല്ലെ കാലിങ്ങനെ തടകാണ്. ഉസ്താദിന് മുമ്പ് തടകാതിരുന്ന ഉസ്താദിന് വിഷമാണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതാ പൊരുത്തപ്പെടല്. നേരെ കുറച്ച് പൊരുത്തപ്പെടാത്ത ആളാണെങ്കിലോ ചവിട്ടണമെന്നില്ല, അടുത്തുകൂടി ഷൂ ഇട്ട് നടന്നാ മതി. ചവിട്ടിന്ന് പറഞ്ഞ് പിറ്റേന്ന് കേസായിരിക്കും. അങ്ങനെയാ പൊരുത്തപ്പെട്ടവനും പൊരുത്തപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ്. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടാൽ അള്ളാഹു തരുന്ന നന്മയിൽ മാത്രമല്ല, അള്ളാഹു തആല തരുന്ന തിന്മയിലും പൊരുത്തപ്പെടും. പക്ഷേ കാരണം തിന്മയുടെ രഹസ്യം നമുക്കറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ ഒഴുക്കാനാണ് ഓർഡർ വരുന്നത്. പക്ഷേ ചോദിക്കട്ടെ ഉമ്മമാരെ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ളൊരു കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലൊഴുക്കാൻ പറഞ്ഞാൽ നിങ്ങളെ മനക്ലേശം എത്രയാണ്. പക്ഷേ ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അള്ളാഹു സന്ദേശം നൽകുകയാണ്, ഇൽഹാം നൽകുകയാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ.